ഹായ്, സിജിയാണ് കേട്ടോ. കൊലസൻ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീഫി പ്ലാന്റുകൾ പൊതുവെ കാണാൻ നല്ല മനോഹരമാണ്. മുഷിയായിട്ടൊക്കെ നമ്മുടെ ലീഫി പ്ലാന്റുകൾ നിൽക്കുകയാണ്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത്തരത്തിൽ മനോഹരമായ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്ലാന്റ്. മറ്റൊന്നുമല്ല, അലോക്കേഷ്യ ആമസോണിക്ക. അതിമനോഹരമായ ഒരു ലീഫോട് കൂടിയതാണ് ഈ അലോക്കേഷ്യ ആമസോണിക്ക. ഒത്തിരി വെറൈറ്റികളിൽ അലോക്കേഷ്യ ആമസോണിക്ക തന്നെയുണ്ട്. അത് തന്നെ മിനിയേച്ചർ വിഭാഗത്തിലുള്ളവയും പിന്നെ ഈ ലീഫിന്റെ വേവി പാറ്റേണിലേക്ക് വ്യത്യാസമുള്ളതും അങ്ങനെ പലതരത്തിലുള്ള അലോക്കേഷ്യ ആമസോണിക്ക പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. പോയാലും നമുക്ക് വീഡിയോയിലേക്ക്. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കമന്റ് അത് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താനും മറക്കണ്ട. പണ്ടൊക്കെ ഈ അലോക്കേഷ്യ ആമസോണിക്ക ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട്. എന്നാൽ ഈ ഇടയായി ഇതങ്ങനെ എല്ലാ വീടുകളിലും ഒന്നുമില്ല. ഇപ്പോൾ ഇത് കൂടുതൽ ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. അതുപോലെ ലീഫി പ്ലാന്റുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കുഞ്ഞ് തൈ കിട്ടിയാൽ തന്നെ മതി, നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഒരു തൈ കിട്ടിയാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയി തന്നെ അറിയാം. അലോക്കേഷ്യ ആമസോണിക്ക എന്ന പേരുള്ള ഈ പ്ലാന്റിന്റെ മറ്റ് പേരുകളാണ് അലോക്കേഷ്യ പോളി എന്നതും എലിഫന്റ് ഇയർ പ്ലാന്റ് എന്നുള്ളതും. എലിഫന്റിന്റെ ഇയറിനെ പോലെയുള്ള ഷേപ്പ് ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ഇതിന് എലിഫന്റ് ഇയർ പ്ലാന്റ് എന്ന് വിളിപ്പേരുള്ളത്. ഇത് അരിയേസി എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അതിമനോഹരമായ ഒരു ഫോളിയേജ് പ്ലാന്റ് ആണ് ഈ അലോക്കേഷ്യ പ്ലാന്റുകൾ. ലീഫിന്റെ ആ ഭംഗി കൊണ്ടും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു തിളക്കം, ആ വെയിൻസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എന്നിവയൊക്കെ കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കാൻ കഴിവുള്ള അതിമനോഹരമായ ഒരു പ്ലാന്റ്സുകളാണ് അലോക്കേഷ്യ ആമസോണിക്ക. അലോക്കേഷ്യ ആമസോണിക്ക തന്നെ പല വെറൈറ്റികളിലുണ്ട്. അതായത് ഈ ലീഫിന്റെ പാറ്റേണും അതിൻ്റെ ആ ഒരു വീനേഷ്യൻസും അതിൻ്റെ ആ വേവി സ്ട്രക്ചറിലും ഒക്കെയുള്ള വ്യത്യാസം അനുസരിച്ച് ഇത് തന്നെ പലതരത്തിലുണ്ട്. അതായത് മിനിയേച്ചർ രീതിയിലുള്ളവയും ഇതുപോലെ ലോങ് ആയിട്ട് പെറ്റിയോൾസ് ഉള്ളവയും പിന്നെ ഒത്തിരി വലിയ ലീഫോട് കൂടി വരുന്നവയും ഒക്കെയുണ്ട്. മിനിയേച്ചർ രീതിയിലുള്ളവയൊക്കെ നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു ഫോളിയേജ് പ്ലാന്റ്സ് ആണ് ഈ അലോക്കേഷ്യ ആമസോണിക്ക പ്ലാന്റ്സുകൾ. ഇതിന് നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ പ്ലാന്റ്സിന് താങ്ങാൻ കഴിയില്ല. നമുക്ക് ഇൻഡോറായും ബാൽക്കണിയിലുമൊക്കെ അതിമനോഹരമായ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്താനും പറ്റും. പിന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പൊള്ളിപ്പോകും. അതായത് ഈ പ്ലാന്റ് ബ്രൈറ്റ് ലൈറ്റുള്ള നല്ലൊരു ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ലീഫുകൾ ഒത്തിരി കാലം കേടുകൂടാതെ നിലനിൽക്കുകയും ചെയ്യും. ഈ അലോക്കേഷ്യ ആമസോണിക്കയുടെ പെറ്റ്യൂൾസുകൾ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല നീളം ഉള്ളവയാണ്. ചെറിയ നീളമില്ലാത്ത കുഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന ആമസോണിക്ക പ്ലാന്റ്സുകളുമുണ്ട്. ഇത് നല്ല ലോങ് ആയിട്ട് പെറ്റ്യൂൾസോട് കൂടിയവയാണ്. അതുകൊണ്ട് തന്നെ ലീഫുകൾ ഇങ്ങനെ ചരിഞ്ഞും ചാഞ്ഞും പോകാനും സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ വലിയ ലീഫുകൾ വരികയാണെങ്കിൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയ ലീഫുകളൊക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഈ ലീഫുകളെ താങ്ങി നിർത്താവുന്നതും ആണ്. പിന്നെ ഇതുപോലെ ലീഫുകൾ നല്ല തിളക്കത്തോടു കൂടിയൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് നീം ഓയിലൊക്കെ കൊണ്ട് ലീഫുകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം. നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകളാണെങ്കിൽ ഇതുപോലെ നല്ല പ്ലാസ്റ്റിക് പോലെയൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല ഒരു നീം ഓയിൽ കുറച്ചൊരു കോട്ടണിലൊക്കെ എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി, നല്ല ഫ്രഷ് ആയിട്ട് ഈ പ്ലാന്റ്സുകളുടെ ലീഫുകളിരിക്കും. ഇത് ഒരു ലീഫി പ്ലാന്റ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇതിൽ ഒരു നമ്മുടെ ആന്തൂര്യത്തിനൊക്കെ പോലെയുള്ള ഒരു പൂക്കളും ഉണ്ടാകാറുണ്ട്. ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് പർപ്പിളും ഗ്രീനും കൂടെ കലർന്ന ഒരു കളറോട് കൂടിയതാണ് ഇതിൻ്റെ ബാക്ക് സൈഡുകൾ. വലിയ ലീഫുകളോട് കൂടിയൊക്കെ ഈ പ്ലാന്റ് വളർന്നു വരണമെങ്കിൽ നമ്മൾ ഇതിനെ അത്യാവശ്യം വലിയ ഒരു പോട്ടിൽ വേണം വെച്ച് കൊടുക്കാൻ. പിന്നെ വലിയ ലീഫുകളൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പം ലീഫൊക്കെ നമ്മൾ കെയർ ചെയ്യാതിരുന്നാൽ ഒടിഞ്ഞും ചാഞ്ഞുമൊക്കെ പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഈ അലോക്കേഷ്യ ആമസോണിക്ക പ്ലാന്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ പോട്ടി മിക്സ് ചെയ്യുമ്പോൾ അതിൽ കൊക്കോപിറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടതും ആണ്. എല്ലാ ചെടികളെയും പോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് പോയാൽ ഈ ചെടി അഴുകിപ്പോവുകയും ചെയ്യും. അത്യാവശ്യം നമ്മൾ വലിയ പോട്ടിലാണ് ഈ പ്ലാന്റ് നടുന്നതെങ്കിൽ ഇതിൽ നിറയെ ചുവട്ടിലായിട്ട് ഇതുപോലെ തൈകൾ ഉണ്ടായി വരും. നമുക്കറിയാം ഇതൊരു ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്.
ചേമ്പിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്നും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ ഉണ്ടായി അതിൽ നിന്ന് തൈകൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ അലോക്കേഷ്യ ആമസോണിക്ക എന്നുള്ള ഈ പ്ലാന്റിനും തൈകൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെമ്മിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇതുപോലെ റൂട്ടുകൾ ഉണ്ടായി വരും. അങ്ങനെ റൂട്ട് ഉണ്ടായതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നട്ട് കൊടുക്കാം. പിന്നെ ഇത് തന്നെ സ്വന്തമായിട്ട് വിത്തുകൾ ഉണ്ടാകുന്നത് ഇതുപോലെ റൂട്ടിൻ്റെ അറ്റത്തായിട്ട് റൈസോംസുകൾ ഉണ്ടാകും. ഈ റൈസോംസുകൾ ആ മണ്ണിൽ നിന്നിട്ട് പുതിയ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും. ഇനി ഈ റൈസോംസ് ചിലപ്പോൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഉണ്ടാകുന്ന റൈസോംസിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു റൈസോംസ് ഉണ്ടായിട്ടുണ്ട്. ആ റൈസോംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ മുകളിലായിട്ട് വരുന്ന റൈസോംസിനെ കൂടാതെ നമുക്ക് മണ്ണിൻ്റെ അടിയിലായിട്ട് കാണപ്പെടുന്ന പാറ്റിനെ സാധാരണ നമ്മുടെ ചേമ്പിൻ്റെയൊക്കെ നടുന്നത് പോലെ ആ പാറ്റിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ച് നട്ടുകൊടുത്ത് പുതിയ പുതിയ തൈകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള റൈസോംസ് കാണുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കണം. ഇനി പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് നന്നായിട്ട് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പോട്ടിംഗ് മിക്സാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ അളവിൽ മണ്ണും കൊക്കോ പിറ്റും മണലും കൂടെ എടുത്തതിന് ശേഷം ആവശ്യത്തിന് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ ചെടിയെ നട്ടു കൊടുക്കാൻ. പിന്നെ ഫെർട്ടിലൈസേഷൻ നമുക്ക് മാസത്തിൽ 1-2 തവണ കൊടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയ ലീഫോട് കൂടി വളർന്നു വരും. വലിയ പോട്ടിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫെർട്ടിലൈസേഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ വലിയ ലീഫുമായി തന്നെ ഈ പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. ഈ പ്ലാന്റിൻ്റെ ഭംഗിയൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, വാട്ടറിങ് പറഞ്ഞു, സൺലൈറ്റ് എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഇത് അരിയേസി എന്ന ഫാമിലിയിൽ പെട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് അല്പം പോയിസണസ് ആണ് എന്ന് കരുതി നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രോബ്ലവുമില്ല. എന്നാൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡോറൊക്കെ വെക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഇൻഡോറൊക്കെ വെച്ച് കുട്ടികളൊക്കെ ഇത് പറിച്ച് ചവയ്ക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ പോയിസണസ് ആയി മാറാറുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ ഇൻഡോർ ആയിട്ട് വളർത്തുന്ന പെറ്റ്സുകളും ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വേറൊരു തരത്തിലുള്ള അലോക്കേഷ്യ ആമസോണിക്ക പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇത് നമ്മൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം ഒന്നുപോലെ തന്നെയല്ലേ ഇരിക്കുന്നതെന്ന്. പക്ഷേ അല്ല. ഈ അലോക്കേഷ്യ ആമസോണിക്കയും ഇതിൻ്റെ വേവിലും അതേപോലെ ഇതിൻ്റെ വെയിൻസിലും അതേപോലെ ലീഫിൻ്റെ തിക്നെസ്സിലും കളറിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ വ്യത്യാസം മനസ്സിലാവും. ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല തിക്നെസ്സോട് കൂടിയതാണ് ഈ ലീഫുകൾ. എന്നാൽ മറ്റേ ലീഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു വീനേഷൻ, ഇതിൻ്റെ പോലെയുള്ള വീനേഷൻ ഇല്ല. മാത്രവുമല്ല അതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ ആ ഒരു വെയിൻസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ അത്ര ഭംഗിയായിട്ടല്ല. അതേപോലെ തിളക്കവും ഇത്രയും തന്നെ ഇല്ല. ചൂട് സമയങ്ങളിൽ ഈ ചെടി അത്യാവശ്യം നന്നായിട്ട് വളരാറുണ്ട്. എന്നാൽ തണുപ്പ് സീസണിൽ, അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ ഇതിൻ്റെ വളർച്ചാ റേറ്റ് കുറവായിരിക്കും. അതായത് ഇതൊരു മുരടിച്ച അവസ്ഥയിലേക്ക് നിൽക്കുന്നതായിട്ട് തോന്നും. അത് ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ചില സമയത്ത് ഈ ചെടി മൂടോട് കൂടി നശിച്ചു പോയെന്ന് കരുതും. എന്നാൽ ഈ ചെടി നമ്മൾ എടുത്തു മാറ്റേണ്ട കാര്യമില്ല. ആ പോട്ട് അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ അടുത്ത ഒരു മഴയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ തൈ, വളരെ ഹെൽത്തി ആയിട്ട് പുതിയ തൈ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു തൈ കിട്ടിയാൽ തന്നെ ഈ ചെടി നശിക്കാതെ നമ്മുടെ കയ്യിൽ കാലങ്ങളോളം നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇലയുടെ മനോഹാരിത കൊണ്ട് നമ്മുടെ മനം കീഴടക്കുന്ന ഈ പ്ലാന്റിനെ ഒരു 5-6 പോട്ടിലൊക്കെ ആക്കി നിരത്തി നമ്മുടെ ഗാർഡനിലോ ബാൽക്കണിയിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. രാജകീയ പ്രൗഢിക്ക് പിന്നെ വേറെ എങ്ങും പോകേണ്ടതുമില്ല. അപ്പോൾ അലോക്കേഷ്യ ആമസോണിക്ക എന്നുള്ള ഈ പ്ലാന്റിനെ കുറിച്ചുള്ള മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി മീഡിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.